നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തൻ്റെ മനസ്സിൽ ഏറ്റവും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മ ഏതാണെന്ന് ചോദിക്കുമ്പോൾ പരിക്കേറ്റ് ബുദ്ധിമുട്ടിയ ഒരു നിമിഷത്തെക്കുറിച്ച് ആരെങ്കിലും പറയുമോ? കഴിഞ്ഞ തവണത്തെ ബാലൻ ഡി ഓർ വിന്നറായിട്ടുള്ള ഒസ്മാൻ ഡെമ്പലെ എന്നാ പറയുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിമിഷം, ഫേവറിറ്റ് പിക്ചർ എവർ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, അത് എനിക്ക് 2019 യുവേഫ ചാമ്പ്യൻസ് ലീഗിനിടയ്ക്ക് പരിക്ക് പറ്റിയ സമയത്ത് പിക്ചറാണ്. ആ സമയത്ത് ലയണൽ മെസ്സി എന്നെ വന്ന് ആശ്വസിപ്പിച്ചു. അതെനിക്ക് വല്ലാത്തൊരു ഊർജ്ജമാണ്. എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ അങ്ങനെ ഒരു സപ്പോർട്ട് എന്നെല്ലായ്പ്പോഴും അദ്ദേഹം എൻകറേജ് ചെയ്തിട്ടേ ഉള്ളൂ, എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നുകൂടി ഒസ്മാൻ ഡെമ്പലെ ഇപ്പോൾ തുറന്നു പറയുന്നു. ഡെമ്പലയുടെ വാക്കുകൾ ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെമ്പലെ പറയുന്നു, അദ്ദേഹത്തോടുള്ള ചോദ്യം ഇതാണ്: വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പിക്ചർ എവർ ആൻഡ് വൈ? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം ഏതാണ്, എന്തുകൊണ്ടതെന്ന് ചോദിക്കുമ്പോഴുള്ള മറുപടി, സർപ്രൈസിംഗ്ലി അത് ലയണൽ മെസ്സി എന്നെ വന്ന് എനിക്ക് പരിക്ക് പറ്റിയ സമയത്ത് ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. 2019 UCL ഡോട്ട്മുണ്ടിനെതിരെ കളിക്കുമ്പോഴാണ് എനിക്ക് ആ പരിക്ക് പറ്റിയത്. അദ്ദേഹം അന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോണ്ട് വറി, യു വിൽ ബി ഓൾ റൈറ്റ്. ഇല്ല, നിനക്കൊന്നുമില്ലടാ, നീ ഓക്കെ ആണ്, നീ ഓക്കെ ആവും, ഡോണ്ട് വറി, നീ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് എൻ്റെ കരിയറിൻ്റെ ഏർലി സ്റ്റേജാണ്. അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് എനിക്ക് ആവശ്യമായിരുന്നു. ഐ നീഡഡ് ദാറ്റ് ആൻഡ് ഹി ഓൾവേസ് എൻകറേജ്ഡ് മീ. എന്നെ എല്ലായ്പ്പോഴും ലയണൽ മെസ്സി പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നുകൂടി ഇപ്പോൾ ഒസ്മാൻ ഡെമ്പലെ പറയുന്നു. വല്ലാത്തൊരു സ്റ്റോറിയാണത്. തനിക്ക് പരിക്ക് പറ്റിയ ഒരു സമയം പോലും അത് ഏറ്റവും പ്രിയപ്പെട്ട നിമിഷവും ചിത്രവുമായിട്ടൊരു കളിക്കാരൻ പറയണമെങ്കിൽ മെസ്സിയെപ്പോലൊരു ഇതിഹാസത്തിൻ്റെ വാക്കുകൾ അത്രയധികം അയാളുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.